രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത പണി ക്രൈംബ്രാഞ്ച് വഴി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ ക്രൈംബ്രാഞ്ച് ഉടൻ ചോദ്യം ചെയ്യും. ശനിയാഴ്ച ഹാജരാകാനാണ് നോട്ടീസ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഉപാധ്യക്ഷന്മാരടക്കം 7 പേർ കേസിലെ പ്രതികളാണ്. ഇവരുടെ ഫോണുകളിൽ നിന്ന് ലഭിച്ച ചില ശബ്ദ സന്ദേശങ്ങളിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പരാമർശിച്ചതായി കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ വിളിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുന്നത്. നേരത്തെ വിഷയത്തിൽ രാഹുലിന് കോൺഗ്രസ് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കിയിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് സംരക്ഷണം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കുറ്റപത്രം കൊടുക്കുന്നതിന്റെ ഭാഗമായാണ് രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതെന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിവരം. 7 പ്രതികളുടെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അംഗത്വം ചേർത്തലിന്റെ വിവരങ്ങൾ ദേശീയ കമ്മിറ്റിയുടെ വെബ്സൈറ്റിലാണ് ഉള്ളത്. സെർവറിലുള്ള വിശദാംശങ്ങൾ കൈമാറാൻ ഇതുവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി തയ്യാറായിട്ടില്ല. അത് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയായിട്ടുണ്ട്. സെർവർ പങ്കുവെച്ചു കഴിഞ്ഞാൽ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പിനായി അടൂരിൽ നിന്നും മാത്രം യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചത് 2000 വ്യാജ തിരിച്ചറിയൽ കാർഡുകളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അവ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും തിരിച്ചറിയൽ കാർഡ് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചായിരുന്നു കാർഡ് നിർമ്മാണം. വികാസ് കൃഷ്ണ എന്ന എഡിറ്ററുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ MJ രഞ്ജുവിനെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഗൂഗിൾ പേ വഴി പ്രതിദിനം 1000 രൂപ വികാസ് കൃഷ്ണയ്ക്ക് നൽകിയിരുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുകയും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്ത തെളിവുകളോടെ പുറത്തു കൊണ്ടുവന്നതാണ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചെന്ന ആരോപണം വന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പരാതികളാണ് ഉയർന്നത്. രാഹുലുമായി അടുത്ത ബന്ധമുള്ള ചിലരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളുടെ ഫോൺ വിദഗ്ധ പരിശോധനയ്ക്കായി അയക്കുകയുമുണ്ടായി. കേസിലെ 3-ാം പ്രതിയുടെ ഫോണിലുള്ള ശബ്ദ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റിയുള്ള പരാമർശം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ചു വരുത്തുന്നത്. സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചിരുന്നു. പിന്നാലെ കോൺഗ്രസിൽ നിന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതോടെ ഒരാഴ്ചയായി വീട്ടിൽ തന്നെയാണ്. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായത് മുതൽ രാഹുലിന് തലവേദനയായിരുന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് വീണ്ടും തലപൊക്കിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് കണ്ടകശനിയാണ്. അത് കൊണ്ടേ പോകൂ.